KAS മെത്തേഡ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ പറ്റിയാണ്. സോ നമുക്കറിയാം, നമ്മുടെ സിലബസ് കണ്ടുകാണും എല്ലാവരും. സോ എക്കണോമി ആൻഡ് പ്ലാനിങ്ങിലെ വൺ ഓഫ് ദ പോർഷനായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. സോ ഈ അടുത്തിടയ്ക്കാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ 2019 വേർഷൻ പുറത്തു വന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഒരു ഓവർവ്യൂവും അതുകൂടാതെ ഇന്ത്യയുടെ റാങ്കിങ്ങും ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസിന്റെ റാങ്കിങ്ങും അതുകൂടാതെ HDI റിപ്പോർട്ടിന്റെ കൂടെ ധാരാളം മറ്റ് ഇൻഡിക്കേറ്റേഴ്സും മറ്റ് ഇൻഡിസസും പുറത്തുവിട്ടിരുന്നു. സോ അതിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് എടുക്കാം. സോ എന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്? പണ്ടുകാലത്ത് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് തീരുമാനിക്കുന്നത് അവിടുത്തെ എക്കണോമിക് ഗ്രോത്ത് അനുസരിച്ചായിരുന്നു. മനസ്സിലായോ? പണ്ടുകാലത്ത് ഒരു കൺട്രിയുടെ ഡെവലപ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത് എക്കണോമിക് ഗ്രോത്ത് അനുസരിച്ചായിരുന്നു. പക്ഷെ പിന്നീട് ഇതിനൊരു മാറ്റം ഉണ്ടായി. 1990 ആയപ്പോൾ ഒരു ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തു ബൈ മഹബൂബ് ഉൽ ഹഖ്. ഈ വാസ് എ പാകിസ്ഥാനി എക്കണോമിസ്റ്റ് ആയിരുന്നു. അദ്ദേഹമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഡെവലപ്പ് ചെയ്തത്. സോ ഇതിൽ പറയുന്നത് വി ആർ ഷിഫ്റ്റിംഗ് അവർ ഫോക്കസ് ഫ്രം എക്കണോമിക് ഗ്രോത്ത് ടു ഹ്യൂമൻ ഡെവലപ്മെന്റ്. അതായത് നേരത്തെ ഒരു കൺട്രി ഡെവലപ്മെന്റ് തീരുമാനിച്ചിരുന്നത് എക്കണോമിക് ഗ്രോത്ത് ആയിരുന്നെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്തു, ഹ്യൂമൻ ഡെവലപ്മെന്റിലേക്ക് നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഫോർ അസസിംഗ് ദ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി. അങ്ങനെ 1990 മുതൽ UNDP എന്താണ്? യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം, UNDP HDI പുറത്തുവിട്ടു. ഇൻ ഇറ്റ്സ് റിപ്പോർട്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട്. ആ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ, ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അതിനൊപ്പം ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും HDI പുറത്തുവിട്ടിരുന്നു. സോ എന്തൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് എന്ന് നോക്കാം. സോ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത് 3 ഡയമെൻഷൻസ് ഉപയോഗിച്ചാണ്. എന്തൊക്കെയാണ് 3 ഡയമെൻഷൻസ്? ഒന്ന് ലോങ് ആൻഡ് ഹെൽത്തി ലൈഫ്, പിന്നൊന്ന് ആക്സസ് ടു നോളജ് ഓർ എഡ്യൂക്കേഷൻ, തേർഡ് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആണ്. സോ ഈ 3 ഇൻഡിക്കേറ്റേഴ്സ് പ്രകാരമാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. സോ ഈ 3 ഡയമെൻഷൻസിനും ധാരാളം ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട്. സോ അത് നോക്കുവാണെങ്കിൽ ഹെൽത്ത് എന്ന ഡയമെൻഷനിൽ ഉള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണ് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, അതായത് ഒരാൾ ജനിച്ച ശേഷം എത്ര നാൾ അയാൾ ജീവിക്കും, അതാണ് ലൈഫ് എക്സ്പെക്ടൻസിയോട് ഉദ്ദേശിക്കുന്നത്. സോ അതാണ് ഹെൽത്ത് ഡയമെൻഷനിൽ വരുന്നത്. മറ്റൊന്നാണ് എന്താണ്, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആക്സസ് ടു നോളജ് വരുന്നത്. എന്തൊക്കെ വരും? രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ് അവിടെ വരുന്നത് ആ ഡയമെൻഷനിൽ. ഏതൊക്കെയാണ്? ഒന്ന് എക്സ്പെക്ടഡ് സ്കൂളിംഗ് ഇയേഴ്സ് ഓഫ് സ്കൂൾ ഏജ് ചിൽഡ്രൻ. സ്കൂൾ ഏജ് ചിൽഡ്രന്റെ എക്സ്പെക്ടഡ് സ്കൂളിംഗ് ഇയേഴ്സ് ആണ്. മറ്റൊന്ന് പറയുന്നത് മീൻ സ്കൂളിംഗ് ഇയേഴ്സ് ഓഫ് അഡൽട്ട് ഏജ് 25 ആൻഡ് അബോവ്, 25 വയസ്സും അതിന് മേലെയുള്ള അഡൽട്ടിന്റെ മീൻ സ്കൂളിംഗ് ഇയേഴ്സ്, അവർ എത്ര നാൾ സ്കൂളിൽ പോയിട്ടുണ്ട്, അതാണ് എന്തിൽ വരുന്നത്. ഈ 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആക്സസ് ടു നോളജ് എന്ന ഡയമെൻഷനിൽ വരുന്നത്. പിന്നെ അടുത്തതാണ് എന്ത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അല്ലെ, തേർഡ് ഡയമെൻഷൻ. അതിന് ഭാഗത്ത് വരുന്നതാണ് ഗ്രോസ് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഗ്രോസ് നാഷണൽ ഇൻകം, അതാണ് എന്തിൽ വരുന്നത്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് അതിൽ വരുന്നത്. സോ അങ്ങനെ ഈ 3 ഡയമെൻഷൻസ് ഉപയോഗിച്ചാണ് എന്ത് മെഷർ ചെയ്യുന്നത്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. സോ ഈ 3 ഡയമെൻഷൻസ് അനുസരിച്ച് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ വാല്യൂ അനുസരിച്ച് നമ്മൾ കൺട്രീസിനെ 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. മനസ്സിലായോ? 4 ആയിട്ട് ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെയാണ്? ഒന്ന് വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെന്റ്, മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ്, അതുപോലെ ലോ ഹ്യൂമൻ ഡെവലപ്മെന്റ്. സോ ഓരോ HDI വാല്യൂ അനുസരിച്ച് ഓരോ കൺട്രിയെയും ഓരോ രീതിയിൽ ക്ലാസിഫൈ ചെയ്തത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം 0.541 അതുപോലെ 0.541 മുതൽ 0.698 അതുവരെയുള്ള HDI വാല്യൂള്ള കൺട്രീസിനെ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് വിളിച്ചു. അതുകൂടാതെ 0.337 ടു 0.54 അവിടെ വരെയുള്ള HDI വാല്യൂള്ള കൺട്രീസിനെ ലോ ഹ്യൂമൻ ഡെവലപ്മെന്റ് കൺട്രീസ് എന്ന് വിളിച്ചു. സോ അങ്ങനെ കൺട്രീസിനെ 4 ക്ലാസിഫൈ ചെയ്തു. സോ നമുക്ക് ഇനി അടുത്തത് HDI 2019 പോവാം. സോ ആരാണ് HDI പുറത്തുവിടുന്നത്? UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആണ് HDI പുറത്തുവിടുന്നത്. സോ ഈ വട്ടത്തെ റിപ്പോർട്ട് ഡിസംബറിലാണ് വന്നത്. ഡിസംബർ വന്ന സമയത്ത് നമ്മൾ അറിഞ്ഞു HDIയിൽ ഇന്ത്യയുടെ റാങ്കിങ് ഒരു റാങ്ക് മെച്ചപ്പെട്ടു. കാരണം കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ റാങ്കിങ് 130 ആയിരുന്നു. 2018 HDI റാങ്കിങ് പ്രകാരം ഇന്ത്യയുടെ റാങ്കിങ് 130 ആയിരുന്നു. 2019 ആയപ്പോൾ ഇന്ത്യയുടെ റാങ്കിങ് 130 നിന്ന് 129 മെച്ചപ്പെട്ടു. അതുപോലെ തന്നെ HDI വാല്യൂ കഴിഞ്ഞ വർഷം 0.640 ആയിരുന്നു, അത് 0.647 എന്ന് മെച്ചപ്പെട്ടു. നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ HDI വാല്യൂ അടിസ്ഥാനത്തിൽ നമുക്ക് ഇന്ത്യ ഏത് കാറ്റഗറി പെടുത്താം? നേരത്തെ പറഞ്ഞ 4 കാറ്റഗറിയിൽ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് ആയിട്ട് ഇന്ത്യയെ നമുക്ക് ഉൾപ്പെടുത്താം. ബിക്കോസ് വാല്യൂ എത്ര? 0.647.
ആൻഡ് ഈസ് ബിറ്റ്വീൻ 0.541 0.698 ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈസ് ക്ലാസിഫൈഡ് ആസ് എ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെന്റ് കൺട്രി. നോക്കുവാണെങ്കിൽ ടോപ്പ് പെർഫോമൻസ് അല്ലെങ്കിൽ ടോപ്പ് പെർഫോമൻസ് ഓഫ് HDI 2019 നോക്കിക്കഴിഞ്ഞാൽ മെയിൻലി പറയുകയാണെങ്കിൽ ഫസ്റ്റ് റാങ്ക് ഹെൽഡ് ചെയ്ത് നോർവേ ആയിരുന്നു. അത് കഴിഞ്ഞ് സെക്കൻഡ് റാങ്ക് ഹെൽഡ് ബസ് സ്വിറ്റ്സർലാൻഡ്, തേർഡ് അയർലൻഡ്. നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും മിക്ക ഇൻഡീസസിലും വെസ്റ്റേൺ കൺട്രീസിലെ സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയിരിക്കും ടോപ്പ് ചെയ്യുന്നത്. HDI ആയാലും ഗ്ലോബൽ പോവർട്ടി ഇൻഡെക്സ് ആയാലും ഇത് നോക്കിക്കഴിഞ്ഞാൽ സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ റാങ്കിലും ടോപ്പ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതുകൂടാതെ ഈ വട്ടത്തെ 2019 HDIയുടെ ഫോക്കസ് അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനിക്വാലിറ്റി ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇതായിരുന്നു ഈ വട്ടത്തെ HDIയിലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിലെ ഫോക്കസ് അജണ്ട. അതാണ് ഇനിക്വാലിറ്റി ഇൻ ഹ്യൂമൻ ഡെവലപ്മെന്റ്. സോ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസിനെ റാങ്ക് നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, ശ്രീലങ്ക, ചൈന ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇന്ത്യയുടെ റാങ്കിനേക്കാൾ മെച്ചപ്പെട്ട HDI വാല്യൂ കരസ്ഥമാക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെ അവരുടെ റാങ്കിങ് 71 ആണ് ശ്രീലങ്കയുടെ, അതുപോലെ ചൈനയുടെ 85 ആണ്. അതുകൂടാതെ നമ്മുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുണ്ടല്ലോ, ഇപ്പൊ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, അതുപോലെ ഭൂട്ടാൻ, നേപ്പാൾ പോലുള്ള രാജ്യങ്ങൾ അവർ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ റാങ്ക് എല്ലാം ഇന്ത്യയെക്കാൾ മോശമായിരുന്നു. സോ ഒരു ക്വസ്റ്റ്യൻ വരുവാണ്, ഇന്ത്യ ഹാസ് ദ ലോവസ്റ്റ് HDI വാല്യൂ ഇൻ ദ സൗത്ത് ഏഷ്യൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അത് അല്ല. കാരണം ബിക്കോസ് ഇന്ത്യയുടെ റാങ്കിങ് 129 ആണ്. പക്ഷെ മറ്റു രാജ്യങ്ങൾ ഇപ്പം ബംഗ്ലാദേശ് എടുത്തു കഴിഞ്ഞാലും ഭൂട്ടാൻ എടുത്തു കഴിഞ്ഞാലും മ്യാൻമർ എടുത്തു കഴിഞ്ഞാലും അവരുടെ റാങ്കിങ് വളരെ മോശമാണ്, ഇന്ത്യക്കാളും ബാക്കിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്ത്യ ഹാസ് ദ ലോവസ്റ്റ് HDI റാങ്കിങ് അല്ലെങ്കിൽ HDI വാല്യൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇന്ത്യക്കല്ല, ബാക്കിയുള്ള നേഷൻസ് ഉണ്ട്. ഇപ്പൊ നേപ്പാൾ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അവരൊക്കെ അതിനേക്കാൾ ഇന്ത്യക്കാളും താഴെയാണ് അവരുടെ റാങ്കിങ്. സോ അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതുകൂടാതെ ഈ വട്ടത്തെ റാങ്കിങ് പ്രകാരം സൗത്ത് ഏഷ്യയിലെ ആവറേജ്, സൗത്ത് ഏഷ്യൻ റീജിയനിലെ ആവറേജ് HDI സ്കോർ വാസ് 0.642 ആയിരുന്നു. സോ ഇന്ത്യയുടെ റാങ്ക് എത്രയായിരുന്നു? 0.647 ആയിരുന്നു. സോ ആവറേജ് HDI സ്കോറിനേക്കാൾ സൗത്ത് ഏഷ്യൻ റീജിയനിലെ ആവറേജ് HDI സ്കോറിനേക്കാൾ മെച്ചമായിരുന്നു ഇന്ത്യയുടെ ഈ വട്ടത്തെ HDI സ്കോർ, വിച്ച് വാസ് 0.647. സോ ഈ റിപ്പോർട്ടിൽ, ഈ HDI റിപ്പോർട്ടിൽ 3 ഫൈൻഡിങ്സ് ഉണ്ടായിരുന്നു. ആ ഫൈൻഡിങ്സ് എന്തൊക്കെ നോക്കാം. ഇന്ത്യയുടെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ 1990 മുതൽ 2018 വരെ എടുക്കുവാണെങ്കിൽ ഇന്ത്യയുടെ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത് അത് 11.6 വർഷം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരാളുടെ ലൈഫ് എക്സ്പെക്ടൻസി 1990 50 ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് 61.6 ആയി ഉദ്ദേശിക്കുന്നത്. സോ ഇറ്റ് വാസ് ഇൻക്രീസ് ബൈ 11.6 ഇയേഴ്സ്. അതുപോലെ മീൻ സ്കൂളിംഗ് ഇയേഴ്സ് അതെന്ത് ചെയ്യുന്നുണ്ട്? ഓഫ് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ എന്താവുന്നുണ്ട്? 4.7 ആയി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ അഡൽട്ടിന്റെ സ്കൂളിംഗ് ഇയേഴ്സ് 3.5 ആയിട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. അതുകൂടാതെ പെർ ക്യാപിറ്റ ഇൻകം അതെന്തുണ്ട്? 250% റൈസ് ചെയ്യുന്നുണ്ട് ഓൺ ദിസ് പീരീഡ്. ഏതാണ്? 1990 മുതൽ 2018 വരെയുള്ള ആ 28 വർഷത്തെ കാലയളവിൽ വി ഹാവ് അച്ചീവ് സം ഇംപ്രൂവ്മെന്റ്. ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സിലും ഈ പറഞ്ഞ ഡയമെൻഷൻസിലും എല്ലാം നമ്മൾ കുറച്ച് ഇംപ്രൂവ്മെന്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ ഇത് കൂടാതെ ഈ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ടിന്റെ കൂടെ HDI ഇൻഡെക്സ് കൂടാതെ മറ്റ് 4 ഇൻഡീസുകളും UNDP പുറത്തുവിട്ടിരുന്നു. ഓക്കെ, ആ 4 ഇൻഡീസസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് ഒന്ന് പറഞ്ഞാണ് ഇനിക്വാലിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അതായത് നമുക്ക് നേരത്തെ കിട്ടിയ ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ സ്കോറിനെ ഇനിക്വാലിറ്റി ഇനിക്വാലിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സോ വി ആർ അസസിങ് ഇനിക്വാലിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഓക്കെ, നേരത്തെ കിട്ടിയ HDI വാല്യൂവിനെ ഇനിക്വാലിറ്റി ആയിട്ട് എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുവാണ്. ഒരു കൺട്രിയിൽ എത്രമാത്രം ഇനിക്വാലിറ്റി ഉണ്ട് അത് വെച്ച് കമ്പയർ ചെയ്യുന്നു. സോ അത് നോക്കുമ്പോൾ അത് പറയുന്നത് എന്താണ്? പെർസെന്റേജ് ലോസ് ഇൻ HDI ഡ്യൂ ടു ഇനിക്വാലിറ്റി മൂലം ഒരു കൺട്രിയിലെ HDI വാല്യൂല് എത്രമാത്രം ലോസ് ഉണ്ടായി എന്നാണ് ഇനിക്വാലിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. സോ ഇനിക്വാലിറ്റി അഡ്ജസ്റ്റഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് ഒരു റാങ്ക് താഴെയായി പോയി. സോ ഇനിക്വാലിറ്റി അഡ്ജസ്റ്റഡ് HDI നോക്കുമ്പോൾ ഇന്ത്യയുടെ റാങ്കിങ് 130 താഴേക്ക് പോയി. സോ HDI റാങ്കിങ് 129 ആണെങ്കിൽ ഇനിക്വാലിറ്റി അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ റാങ്കിങ് 130 താഴേക്ക് പോയിരുന്നുണ്ട്. അതുകൂടാതെ HDIയുടെ സ്കോർ മെച്ചപ്പെടുന്നുണ്ട്. 2018 അപേക്ഷിച്ച് HDI ഇനിക്വാലിറ്റി അഡ്ജസ്റ്റഡ് HDI സ്കോർ മെച്ചപ്പെടുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷം 0.468 ആയിരുന്നു. സോ ഇപ്പൊ അത് 0.477 ആയി ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ത്യയുടെ ഇനിക്വാലിറ്റി അഡ്ജസ്റ്റഡ് HDI വാല്യൂ
കുറവായിരുന്നു. അതുമൂലം ഇന്ത്യയുടെ HDI റാങ്കിങ് IHDI ഇനിക്വാലിറ്റി ഏജൻസി HDI റാങ്കിങ് കുറച്ച് താഴേക്ക് പോയി 130 അവസാനിച്ചു. മറ്റൊരു ഇൻഡെക്സ് ആണ് ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. സോ HDIനെ ജെൻഡർ ഡെവലപ്മെന്റുമായിട്ട് ഒരു കൺട്രിയിലെ ജെൻഡർ ഇക്വാലിറ്റി എത്ര ഉണ്ട് അതനുസരിച്ച് റാങ്ക് ചെയ്യുന്നതാണ് ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. സോ ഇതില് കൺട്രീസിനെ 5 ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യുവാണ്. സോ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4, ഗ്രൂപ്പ് 5 എന്നിങ്ങനെ 5 ഗ്രൂപ്പായിട്ട് കൺട്രികളെ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഗ്രൂപ്പ് 1 വരുന്നത് ഹൈ ഇക്വാലിറ്റി ഉള്ള കൺട്രീസും ഹൈ ജെൻഡർ ഇക്വാലിറ്റി ഉള്ള കൺട്രീസും, ഗ്രൂപ്പ് 5 വരുന്നത് ലോ ജെൻഡർ ഇക്വാലിറ്റി ഉള്ള കൺട്രീസുമാണ്. ഇതിൽ ഇന്ത്യ ഉൾപ്പെടുത്തപ്പെട്ടത് ലോ ജെൻഡർ ഇക്വാലിറ്റി ഉള്ള കൺട്രീസിലായിരുന്നു. സോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം ഇന്ത്യയിലെ ഇക്വാലിറ്റി ജെൻഡർ ഇക്വാലിറ്റിയുടെ കേസിൽ ഇന്ത്യയിൽ വളരെ മോശമാണ് ഇന്ത്യയുടെ പെർഫോമൻസ്. സോ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി ഇന്ത്യ ധാരാളം സ്കീംസ് കൊണ്ടുവരുന്നുണ്ട്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പോലുള്ള സ്കീംസ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ശരിയായ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ശരിയായ ഒരു അജണ്ട എന്താണെന്നല്ല ഇന്ത്യ നടപ്പിലാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സോ ഇതാണ് ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ പറയുന്നത്. സോ അടുത്തൊരു ഇൻഡെക്സ് ആണ് ജെൻഡർ ഇനിക്വാലിറ്റി ഇൻഡെക്സ്. സോ നേരത്തെ പറഞ്ഞത് IHDI, അത് കഴിഞ്ഞ് പറഞ്ഞത് ജെൻഡർ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, പിന്നെ പറഞ്ഞത് ജെൻഡർ ഇനിക്വാലിറ്റി ഇൻഡെക്സ്. സോ ജെൻഡർ ഇനിക്വാലിറ്റി ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത് ജെൻഡർ ഇനിക്വാലിറ്റി ഇൻ 3 ഫീൽഡ്സ് ആണ്. 3 ഡയമെൻഷൻസിലാണ് ജെൻഡർ ഇനിക്വാലിറ്റി ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. ഒന്ന് റിപ്രഡക്റ്റീവ് ഹെൽത്ത്, അടുത്തത് എംപവർമെന്റ് ഇൻ ദ കേസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്കൽ സിനാരിയോ. അതായത് എത്ര വുമണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ട്, അതാണ് എംപവർമെന്റ് ഇൻ കേസ് ഓഫ് എഡ്യൂക്കേഷനിൽ പറയുന്നത്. അതുപോലെ എംപവർമെന്റ് ഇൻ കേസ് ഓഫ് പൊളിറ്റിക്കൽ സിനാരിയോ എന്ന് പറയുന്നത് എന്താണ്, എത്രമാത്രം വുമൺ അല്ലെങ്കിൽ എത്രമാത്രം സ്ത്രീകൾ പൊളിറ്റിക്കൽ സിനാരിയോയിൽ, അതായത് പാർലമെന്റ് സീറ്റിൽ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ MLA ആയിട്ടോ MP ആയിട്ടോ ഇരിക്കുന്നുണ്ട്. അതാണ് എംപവർമെന്റ് ഇൻ കേസ് ഓഫ് പൊളിറ്റിക്സ് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഡയമെൻഷൻ വാസ് റിപ്രഡക്റ്റീവ് ഹെൽത്ത്, സെക്കൻഡ് ഡയമെൻഷൻ വാസ് എംപവർമെന്റ് ഇൻ കേസ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് പൊളിറ്റിക്സ്. തേർഡ് പറയുന്നത് എന്താണ്, ലേബർ പാർട്ടിസിപ്പേഷൻ ആണ്. എത്രമാത്രം സ്ത്രീകൾ ലേബറിൽ തൊഴിലിൽ പങ്കെടുക്കുന്നുണ്ട്. സോ ഈ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്കിങ് 122 ആയിരുന്നു. 162 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ റാങ്കിങ് 122 കണക്കാക്കപ്പെട്ടു. സോ ജെൻഡർ ഇനിക്വാലിറ്റി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്കിങ് വാസ് 122. അതുകൂടാതെ നെയ്ബറിംഗ് കൺട്രീസ് നോക്കി കഴിഞ്ഞാൽ ചൈന, ശ്രീലങ്ക, ഭൂട്ടാൻ, മ്യാൻമാർ. സോ ഇവർക്കെല്ലാം എന്താണ് ഇന്ത്യയെക്കാളും നല്ല റാങ്കിങ് കിട്ടിയിട്ടുണ്ട്. ജെൻഡർ ഇനിക്വാലിറ്റിയുടെ കാര്യത്തിൽ നല്ല പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. സോ ഇന്ത്യ അപ്പോഴും ഒരു പിന്നിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് ജെൻഡർ ഇക്വാലിറ്റിയൊക്കെ എടുക്കുമ്പോൾ. സോ ഇത് പറയുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് പറഞ്ഞത് ജെൻഡർ ഇനിക്വാലിറ്റി ഇൻഡെക്സ് അത് പറഞ്ഞ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ SDG 5 ഉണ്ടല്ലേ. എന്താ SDG 5? SDG എന്താ, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ. നമ്മുടെ 2015 UN ജനറൽ അസംബ്ലി പാസ്സാക്കിയ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. സോ അതിന്റെ ഭാഗമായിട്ട് ഒരു 17 SDG ഉണ്ടായിരുന്നു, 17 SDGs. സോ അതിൽ SDG 5 എന്താണ്, ജെൻഡർ ഇക്വാലിറ്റി പറ്റി പ്രതിപാദിക്കുന്നതാണ് അല്ലെ, ജെൻഡർ ഇക്വാലിറ്റി പറ്റി പ്രതിപാദിക്കുന്നതാണ്. സോ അതിൽ പറയുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് പറഞ്ഞത് നമ്മൾ 2030 കൂടിയാണ് SDG ടാർഗറ്റ് വെച്ചിരുന്നത്. ജെൻഡർ ഇക്വാലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്ന ഇയർ 2030 പക്ഷേ ഈ രീതി പോവുകയാണെങ്കിൽ ഇപ്പൊ ഈ കാണുന്ന രീതിയിലാണ് നമ്മുടെ കൺട്രീസ് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി ഫംഗ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ടേക്ക് 202 years, 202 വർഷം എടുക്കുന്ന പറയാൻ. അതായത് 2030 അച്ചീവ് ചെയ്യാൻ ടാർഗറ്റ് ആണ്. സോ 202 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജെൻഡർ ഇക്വാലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇഫ് യു ആർ ഗോയിങ് ഓൺ ദിസ് സ്പേസ്, ഈ ഒരു രീതിയിലാണ് പോകുന്നതെങ്കിൽ വി കുഡ് അച്ചീവ് ദാറ്റ് ജെൻഡർ ഇക്വാലിറ്റി ബൈ 202 years എന്നൊരു വിശകലനവും ജെൻഡർ ഇക്വാലിറ്റി ഇൻഡെക്സിൽ പറയുന്നുണ്ട്. അടുത്തത് MDI. സോ MDI മെഷർ ചെയ്യുന്നത് മൾട്ടി ഡയമെൻഷനലി പോവർട്ടി ആണ് മെഷർ ചെയ്യുന്നത്. അതായത് 3 ഡയമെൻഷൻസ് ഉണ്ട്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ലിവിംഗ് ഉണ്ട്. ഈ പറഞ്ഞ ഏരിയകളിൽ ആൾക്കാർ പോർ ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. സോ പോവർട്ടിയും ഹങ്കറും ഒരിക്കലും മിസ്റ്റേക്ക് ചെയ്യരുത്. പോവർട്ടി എന്താണ് പറയുന്നത്, ഒരു മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൾക്കാർ അച്ചീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അതാണ് പോവർട്ടിയിലും മെഷർ ചെയ്യുന്നത്. ഹങ്കർ പറയുന്നത് എന്താ, ന്യൂട്രീഷൻ ബേസിലാണ് ഹങ്കർ ഡിഫൈൻ ചെയ്യുന്നത്. ന്യൂട്രീഷൻ ബേസിലാണ് ആൾക്ക് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഭക്ഷണം കിട്ടുന്നുണ്ടോ. സോ ഇവിടെ പറയുന്നത് എന്താ, ഹെൽത്തിന്റെ കേസിൽ ആയ പോറാണോ, എഡ്യൂക്കേഷന്റെ കേസിൽ പോറാണോ, സ്റ്റാൻഡേർഡ് ലിവിംഗിന്റെ കേസിൽ പോറാണോ. സോ അങ്ങനെ 3 ഡയമെൻഷൻസിലാണ് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് മെഷർ ചെയ്യുന്നത്. സോ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തില് 1.3 ബില്യൺ പീപ്പിൾ ആണ് മൾട്ടി ഡയമെൻഷനലി പൂറായിട്ടുള്ളതെന്നാണ് ഐഡന്റിഫൈ ചെയ്തത്. സോ അതില്
28% of these multidimensional poor people are prevailing in India. അതായത് ലോകത്തിലുള്ള 1.3 ബില്യൺ പീപ്പിളിൽ 28% ആൾക്കാരും മൾട്ടിഡൈമെൻഷനലി പോയിട്ടുള്ള ആൾക്കാരും ഇന്ത്യയിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഈ റിപ്പോർട്ടിൽ പ്രതിപാദിക്കുന്നത്. സോ ഇതാണ് HDI പറ്റിയുള്ള അനാലിസിസ്. സോ ഇന്ന് നമ്മൾ HDI എന്താണെന്ന് പഠിച്ചു, HDI ഇൻഡിസസ് പഠിച്ചു, അതുപോലെ HDI റിപ്പോർട്ടിൽ വിട്ടിരുന്ന 4 ഇൻഡിസസിനെ പറ്റി പഠിച്ചു. സോ ഇന്ന് നമ്മൾ പഠിച്ചത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിനെ പറ്റിയാണ്. അതിൽ 2019 ഇന്ത്യയുടെ റാങ്കിങ്ങും ഇന്ത്യയുടെ പെർഫോമൻസും അതുപോലെ ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് വിട്ട മറ്റ് 4 ഇൻഡിസിനെ പറ്റിയും നമ്മൾ ഇന്ന് പഠിച്ചു. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് HDI 2019. സോ ഇതിന്റെ PDF നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് കാണാം. ആ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ PDF നിങ്ങൾക്ക് കിട്ടും. സോ കൈൻഡ്ലി യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. കേരള PSC ഫെബ്രുവരിയിൽ നടത്താനിരിക്കുന്ന KAS പ്രിലിമിനറി പരീക്ഷയ്ക്കായുള്ള നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ ഇതാ ഒരു അവസരം. 20 ഫ്രീ ടെസ്റ്റുകൾ അടങ്ങുന്ന ഒരു ടെസ്റ്റ് സീരീസ് KAS മെന്റർ സംഘടിപ്പിക്കുകയാണ്. ഓൺലൈനായോ ഓഫ്ലൈനായോ ഈ പരീക്ഷ എഴുതാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യുക. മുതൽ 2 വർഷത്തിലേറെയായി KAS-ൽ മാത്രമായി പരിശീലനം നൽകുന്ന കേരളത്തിലെ ഏക സ്ഥാപനമാണ് KAS മെന്റർ. മറ്റു സംസ്ഥാനങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷകളുടെ മാതൃകയിൽ തയ്യാറാക്കിയ സമഗ്ര പാഠ്യപദ്ധതിയാണ് UPSC ട്രെയിനേഴ്സിന്റെ നേതൃത്വത്തിൽ KAS മെന്റർ നൽകി വരുന്നത്. ഇതിനു പുറമെ എക്സ്ക്ലൂസീവ് ആൻസർ റൈറ്റിംഗ് സെഷൻസ്, ഡെയിലി ടെസ്റ്റ്, പേഴ്സണൽ മെന്റർഷിപ്പ് സെഷൻസ്, ഡെയിലി കറണ്ട് അഫയേഴ്സ് എന്നീ സേവനങ്ങൾക്ക് കൂടി KAS മെന്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.